70കളുടെ ഉത്തരാർദ്ധത്തിൽ പടിഞ്ഞാറൻ അമേരിക്കയിലെ തെരുവുകളുടെ പേടിസ്വപ്നമായിരുന്നു ഒരു ഇളം തവിട്ട് നിറമുള്ള ഫോക്സ് വാഗൺ ബീറ്റിൽ കാർ. ഒരു പതിറ്റാണ്ടോളം അമേരിക്കയെ വിറപ്പിച്ച കൊടും കുറ്റവാളി ടെഡ് ബണ്ടി എന്ന തിയോഡോർ ടെഡ് ബണ്ടിയുടെ കാറായിരുന്നു അത്. 7 സംസ്ഥാനങ്ങളിലായി 30 മുതൽ 40 വരെ പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കി കൊന്നുതള്ളിയ നരാധമൻ. പലതവണ പിടിക്കപ്പെട്ടിട്ടും വീണ്ടും രക്ഷപ്പെട്ട് തന്റെ ക്രൂര വിനോദം തുടർന്ന ടെഡ് ബണ്ടി ഒടുവിൽ 1989 ജനുവരി 24 വൈദ്യുത കസേരയിലേക്ക് പോകും വരെ അമേരിക്കയുടെ പേടിസ്വപ്നമായിരുന്നു ടെഡ് ബണ്ടി എന്ന സീരിയൽ കില്ലർ. അയാളുടെ കഥ വെറും കൊലപാതകങ്ങളുടെ പരമ്പരയല്ല, അത് മനുഷ്യ മനസ്സിനുള്ളിലെ അന്ധകാരത്തിന്റെ രൂപരേഖ തന്നെയാണ്. നെക്രോഫീലിയ, പാരാഫീലിയ, സാഡിസം തുടങ്ങിയ മനഃശാസ്ത്ര രോഗനിർണയങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഒരു സക്സസ്ഫുൾ സൈക്കോപാത്ത് എന്നാണ് കെൻഡക്കി സർവകലാശാലയിലെ പ്രൊഫസർ തോമസ് വിഡിഗർ ടെഡ് ബണ്ടിയെ വിശേഷിപ്പിച്ചത്. 1974 ഒരു വസന്തകാലം. പസഫിക് നോർത്ത് വെസ്റ്റിലെ പോലീസ് പരിഭ്രാന്തിയിലായിരുന്നു. വാഷിംഗ്ടണിലും ഒറിഗോണിലുടനീളമുള്ള കോളേജുകളിലെ യുവതികൾ ഓരോരുത്തരായി അപ്രത്യക്ഷരായിക്കൊണ്ടിരുന്നു. ഇതിന് പിന്നിൽ ആരാണെന്ന് നിയമപാലകർക്ക് രാവും പകലും കാവലിരുന്നിട്ടും ഒരു തരത്തിലുള്ള സൂചനകളും ലഭിച്ചില്ല. വെറും 6 മാസത്തിനുള്ളിൽ 6 സ്ത്രീകളെയാണ് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ലേക്ക് സമമിഷ് സ്റ്റേറ്റ് പാർക്കിലെ തിരക്കേറിയ കടൽ തീരത്ത് നിന്ന് ജാനിസ് ആൻഡ് ഓട്ട്, ഡെന്നിസ് മേരി നെസ്ലൻഡ് എന്നീ 2 യുവതികൾ പട്ടാപ്പകൽ അപ്രത്യക്ഷമായപ്പോൾ പ്രദേശവാസികളുടെ പരിഭ്രാന്തി അതിന്റെ കൊടുമുടിയിലെത്തുകയായിരുന്നു. എന്നാൽ ആ തട്ടിക്കൊണ്ടുപോകലുകളിൽ അയാൾ ചെയ്ത ഒരു ഓവർ കോൺഫിഡൻസ് ഈ കേസുകളിലെ ആദ്യ നിർണായക വഴിത്തിരിവായി. ഓട്ട്, നസ്ലൻഡ് എന്നീ യുവതികൾ അപ്രത്യക്ഷമായ അതേ ദിവസം മറ്റ് നിരവധി സ്ത്രീകൾ കാറിൽ കയറുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളെ സമീപിച്ച ഒരാളെപ്പറ്റി ഓർത്തെടുത്തത് കേസിൽ നിർണായകമായി. തവിട്ട് നിറമുള്ള ഒരു ഫോക്സ് വാഗൺ ബീറ്റിൽ കാറിലായിരുന്നു അയാൾ വന്നത്. ടെഡ് എന്നാണ് അയാൾ തന്നെ അവർക്ക് പരിചയപ്പെടുത്തിയത്. ഈ നിർണായക വിവരങ്ങൾ ജനങ്ങൾ പോലീസിന് നൽകി. സിയാറ്റിൽ നിവാസിയായ ബണ്ടിയെ തിരിച്ചറിഞ്ഞ 4 പേർ പോലീസിൽ ബന്ധപ്പെട്ടു. ടെഡ് ബണ്ടിയുടെ മുൻ കാമുകി, അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത്, സഹപ്രവർത്തകരിൽ ഒരാൾ, ബണ്ടിയെ പഠിപ്പിച്ച ഒരു സൈക്കോളജി പ്രൊഫസർ എന്നിവരാണ് ഈ 4 പേരിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ അയാളെക്കുറിച്ച് അന്വേഷിച്ച പോലീസിന് ലഭിച്ച വിവരങ്ങളൊന്നും ഒരു കുറ്റവാളിക്ക് യോജിച്ചതല്ലായിരുന്നു. മുൻ ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ലാതിരുന്ന സൽസ്വഭാവിയായ ഒരു നിയമ വിദ്യാർത്ഥി കുറ്റവാളിയാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് കരുതി കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ പോലീസ് അയാളെ വെറുതെ വിട്ടു. ഒരു കുറ്റവാളിയുടെ പ്രൊഫൈലുമായി ടെഡ് ബണ്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒട്ടും തന്നെ മാച്ച് ആകുന്നില്ലായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ സീരിയൽ കില്ലർമാരിൽ ഒരാളെന്ന നിലയിൽ ടെഡ് ബണ്ടിയുടെ കൊലപാതക ജീവിതത്തിൽ ഇത്തരം വിധിന്യായങ്ങൾ പലതവണ ഗുണം ചെയ്തു. കുറച്ചു കാലത്തേക്ക് അയാൾ എല്ലാവരെയും കബളിപ്പിച്ചു. തന്നെ സംശയിക്കാത്ത പോലീസുകാർ, അയാൾ രക്ഷപ്പെട്ട ജയിലിലെ ഗാർഡുകൾ, അയാൾ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച സ്ത്രീകൾ, പിടിക്കപ്പെട്ട ശേഷം തന്നെ വിവാഹം കഴിച്ച ഭാര്യ. പക്ഷേ അയാളുടെ അവസാന അഭിഭാഷകൻ പറഞ്ഞതുപോലെ ദ വെരി ഡെഫിനിഷൻ ഓഫ് എ ഹാർട്ട്ലെസ് ഈവിൾ, അതായത് ഹൃദയശൂന്യമായ തിന്മയുടെ നിർവചനം തന്നെയായിരുന്നു ടെഡ് ബണ്ടി. ഇന്നും ടെഡ് ബണ്ടി ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ കൊലയാളികളിൽ ഒരാളായി തുടരുന്നു എന്നതിന് ഒരു കാരണമുണ്ട്. ഏറ്റവും സൂക്ഷ്മമായി മെനഞ്ഞെടുത്ത തന്ത്രങ്ങളും പിടിക്കപ്പെട്ടിട്ടും പതറാത്ത അമിത ആത്മവിശ്വാസവും ആർക്കും ഒരു സൂചനയും നൽകാതെയുള്ള മാറി മാറി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളും നിയമപാലകരെയും പൊതുജനങ്ങളെയും ഓരോ തവണയും ഞെട്ടിക്കുന്ന പ്രവർത്തന രീതികളും ബണ്ടിയെ ആ ചെകുത്താന്മാരിലെ വ്യത്യസ്തനാക്കുകയാണ്. ആയിരത്തി 1961 വാഷിംഗ്ടണിലെ ടാക്കോമയിൽ 8 വയസ്സുകാരി ആൻമേരി ബെറിന്റെ കൊലപാതകമാണ് ബണ്ടിയുടെ ആദ്യ കൊലപാതകമെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ബണ്ടിയുടെ രേഖപ്പെടുത്തപ്പെട്ട കുറ്റകൃത്യങ്ങൾ ആരംഭിക്കുന്നത് 1970കളുടെ തുടക്കത്തിലാണ്. 1974 ജനുവരി 4 സിയാറ്റിലിൽ 18 വയസ്സുള്ള കാരൻ സ്പാർക്സിനെതിരായ ആക്രമണമാണ് പോലീസ് റെക്കോർഡുകളിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൊലപാതകം. പസഫിക് വടക്കു പടിഞ്ഞാറൻ മേഖലയിലുടനീളം ചെയ്തുകൂട്ടിയ ആക്രമണ പരമ്പരയിലെ ആദ്യത്തേതായിരുന്നു ഈ സംഭവം. തുടർന്നുള്ള മാസങ്ങളിൽ ബണ്ടി ചെറുപ്പക്കാരും സുന്ദരികളുമായ സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്നത് തുടർന്നു. ആകർഷണീയതയും സംശയത്തിനിട കൊടുക്കാത്ത നിഷ്കളങ്ക ഭാവവും പ്രൊഫഷണൽ ആയ ഇടപഴകലുകളും ഉപയോഗിച്ച് അയാൾ അവരെ വശീകരിക്കുന്നത് തുടർന്നു. 1974 ഫെബ്രുവരി 1 21 വയസ്സുള്ള ലിൻഡ ആൻഡ് ഹീലിയുടെ സിയാറ്റിലിലെ അപ്പാർട്ട്മെന്റിന്റെ ബേസ്മെന്റിൽ
അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടന്ന അവളെ നിഷ്ഠൂരമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് പറഞ്ഞയച്ചപ്പോഴും അയാൾ അതിലെല്ലാം ഒരു ലഹരി കണ്ടെത്തുകയായിരുന്നു. 1974 കോളേജ് ക്യാമ്പസുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും കാണാതായവരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഫോക്സ് വാഗൺ ബീറ്റിൽ കാറിലെത്തി സഹായം ചോദിച്ച സുന്ദരനും സൗമ്യനുമായ ഒരു യുവാവിനെ പല സാക്ഷികളും ഓർത്തെടുത്തു. ആളുകളുടെ നിഷ്കളങ്കത വണ്ടി തന്റെ നേട്ടത്തിനായി ഉപയോഗിച്ചു. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ വേഷങ്ങളായിരുന്നു അയാൾ തിരഞ്ഞെടുത്തത്. ഇതുവഴി അന്വേഷണ ഉദ്യോഗസ്ഥരെ കൃത്യമായി വഴിതെറ്റിക്കുവാനും വർഷങ്ങളോളം നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുവാനും വണ്ടിക്ക് സാധിച്ചു. മനഃശാസ്ത്രവും നിയമവും പഠിച്ച ബണ്ടിക്ക് ഇത് രണ്ടും തന്റെ കുറ്റകൃത്യങ്ങളിൽ ഇഫക്റ്റീവായി യൂസ് ചെയ്യാൻ സാധിച്ചു. തന്റെ ഇരകളെ കണ്ടെത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാനും കുറ്റകൃത്യങ്ങളിൽ ഒരു ലൂപ്പ് ഹോൾ പോലും അവശേഷിപ്പിക്കാതെ രക്ഷപ്പെടുവാനും അയാൾക്ക് അതിനാൽ സാധിച്ചു. 1970കളുടെ മധ്യത്തിൽ ബണ്ടി പസഫിക് വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് യൂട്ടായിലേക്ക് പോയപ്പോഴും അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമ്മത കൂടുതൽ വികസിച്ചിരുന്നു. ചിലപ്പോൾ ഒരു പോലീസ് ഓഫീസറെ പോലെ അയാൾ ഇരകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മറ്റു ചിലപ്പോൾ ഏതെങ്കിലും സഹായം ചോദിച്ച് അയാൾ എത്തി. പക്ഷെ അയാളുടെ പാറ്റേൺ കൃത്യമായിരുന്നു. ഇരകളെ അയാളുടെ വാഹനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് മലഞ്ചെരുവുകളിൽ ഉപേക്ഷിക്കുന്ന രീതി തന്നെ അയാൾ തുടർന്നു. കൊളറാഡോയിലും ഇഡാഹോയിലും നടത്തിയ കുറ്റകൃത്യങ്ങളിലും അയാൾ അതേ സ്ക്രിപ്റ്റ് തന്നെ പിന്തുടർന്നു. 1978 ജനുവരിയിൽ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒമേഗ സൊറോറിറ്റി ഹൗസിൽ ടെഡ് ബണ്ടി മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു ആക്രമണം നടത്തി. ഒറ്റ രാത്രിയിൽ ഒരു മരക്കഷ്ണവും മറ്റു മൂർച്ചയുള്ള ആയുധങ്ങളും ഉപയോഗിച്ച് അയാൾ തുടർച്ചയായി ഒന്നിലധികം സ്ത്രീകളെ ആക്രമിച്ചു. ഒടുവിൽ ആഴ്ചകൾക്ക് ശേഷം അലബാമയിൽ വെച്ച് പിടിക്കപ്പെടുകയാണ് ഉണ്ടായത്. അയാളുടെ വിചാരണ ഒരു മീഡിയ സെൻസേഷൻ ആയിരുന്നു. ഇത്രയും സുന്ദരനും സൗമ്യനുമായ യുവാവിന് എങ്ങനെ ഇത്രയും ക്രൂര വിനോദങ്ങൾ നടത്തുവാൻ ധൈര്യം കിട്ടിയെന്ന് എല്ലാവരും അമ്പരന്നു. ലോകമറിയേണ്ട ഒരു നിയമജ്ഞൻ എങ്ങനെയാണ് ലോകം മുഴുവൻ ഭയന്ന ഒരു പിശാചായി മാറിയത്? 1946 നവംബർ 24 വെർമോണ്ടിലാണ് ടെഡ് ബണ്ടി ജനിച്ചത്. എലീനർ ലൂയിസ് കോവൽ എന്ന അവിവാഹിത അമ്മയ്ക്ക് ജനിച്ച കുട്ടിയായിരുന്നു ബണ്ടി. മകളുടെ അവിഹിത ഗർഭധാരണം പുറത്തു പറയാൻ മടിച്ച മുത്തശ്ശി അവനെ സ്വന്തം കുട്ടിയെ പോലെ വളർത്തി. ബണ്ടിയുടെ കുട്ടിക്കാലം മുഴുവൻ അയാൾ തന്റെ അമ്മയെ തന്റെ സഹോദരിയായിട്ടാണ് വിശ്വസിച്ചിരുന്നത്. മുത്തച്ഛൻ ടെഡിനെയും അമ്മയെയും പതിവായി മർദ്ദിക്കുമായിരുന്നു. ഇതിന്റെ ഫലമായി ടെഡിക്ക് 5 വയസ്സുള്ളപ്പോൾ വാഷിംഗ്ടണിലെ ടക്കോമയിൽ കസിൻസിനൊപ്പം താമസിക്കുവാൻ ആ അമ്മ മകനോടൊപ്പം ഒളിച്ചോടി. അവിടെ വെച്ച് എലീനർ ആശുപത്രി പാചകക്കാരനായ ജോണി ബണ്ടിനെ കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അയാളാണ് ടെഡിനെ വളർത്തുകയും ബണ്ടി എന്ന പേര് അവന്റെ പേരിന്റെ കൂടെ ചേർക്കുകയും ചെയ്തത്. തന്റെ രണ്ടാനച്ഛനുമായി അത്ര രസത്തിലല്ലായിരുന്നു ബണ്ടി. ബണ്ടിയുടെ ബാല്യകാലത്തിലെ പിന്നീടുള്ള സംഭവങ്ങളെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ നമുക്കറിയൂ. കാരണം തന്നോട് സംസാരിച്ച ഓരോ ഉദ്യോഗസ്ഥരോടും അയാൾ ഓരോ കഥകളാണ് പറഞ്ഞിരുന്നത്. സ്ത്രീകളെ നിരീക്ഷിക്കുവാൻ രാത്രിയിൽ തെരുവുകളിൽ ചുറ്റി നടന്ന ഒരു ഏകാന്തനായിട്ടാണ് ബണ്ടി തന്നെ വിശേഷിപ്പിച്ചതെങ്കിലും ഹൈസ്കൂളിൽ നിന്ന് ബണ്ടി ഓർത്തെടുത്ത പലരും അയാളെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിട്ടാണ് അവതരിപ്പിച്ചത്. ടെഡ് ബണ്ടി 1965 ബിരുദം നേടി. തുടർന്ന് അടുത്തുള്ള പുഗറ്റ് സൗണ്ട് സർവകലാശാലയിൽ ചേർന്നു. ചൈനീസ് പഠിക്കാൻ വാഷിംഗ്ടൺ സർവകലാശാലയിലേക്ക് മാറുന്നതിന് മുമ്പ് അയാൾ അവിടെ വെറും 1 വർഷം മാത്രമാണ് ചെലവഴിച്ചത്. 1967 ബണ്ടിക്കുണ്ടായ ആദ്യത്തെ പ്രണയനഷ്ടം അയാളിൽ ഏൽപ്പിച്ച ആഘാതം വലുതായിരുന്നു. ബണ്ടിയുടെ 21-ാം വയസ്സിൽ അയാളുടെ കാമുകിയായിരുന്ന ഡയാൻ എഡ്വേർഡ്സ് ബണ്ടിക്ക് ആവശ്യത്തിന് പക്വതയില്ലെന്ന് പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്തിയത് അയാളിൽ വല്ലാത്തൊരു ആഘാതവും അമർഷവും ഉണ്ടാക്കി. 1968 പഠനം അവസാനിപ്പിച്ചുവെങ്കിലും പിന്നീട് ഒരു സൈക്കോളജി വിദ്യാർത്ഥിയായി വീണ്ടും പഠനം തുടരുകയാണ് ബണ്ടി ചെയ്തത്. ഇതിനിടയിലാണ് ആദ്യം തന്റെ സഹോദരിയാണെന്ന് വിശ്വസിച്ച സ്ത്രീ യഥാർത്ഥത്തിൽ തന്റെ അമ്മയാണെന്ന് ബണ്ടി തിരിച്ചറിഞ്ഞത്. പിന്നീട് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ തിരിച്ചെത്തിയ ബണ്ടി വിദ്യാഭ്യാസം തുടർന്നു. ക്യാമ്പസിലെ സ്കൂൾ ഓഫ് മെഡിസിനിൽ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന വിവാഹമോചിതയായ എലിസബത്ത് ക്ലോപ്പറുമായി അയാൾ പ്രണയത്തിലായി. പിന്നീട് പസഫിക് നോർത്ത് വെസ്റ്റ് കൊലപാതകങ്ങളിൽ പ്രതിയാണെന്ന് ആരോപിച്ച് ബണ്ടിയെ പോലീസിന് റിപ്പോർട്ട് ചെയ്ത ആദ്യ വ്യക്തികളിൽ കോപ്പറും ഉൾപ്പെടുന്നുണ്ട്. സിയാറ്റിലിലെ സൂയിസൈഡ് ഹോട്ട്ലൈൻ ക്രൈസിസ് സെന്ററിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരുമിച്ച് വർക്ക് ചെയ്ത മുൻ സിയാറ്റിൻ പോലീസ് ഓഫീസർ ആൻ റൂളും പോലീസിന് ബണ്ടിയുടെ പേര് നൽകിയ 4 പേരിൽ ഒരാളാണ്. ഇവരാണ് പിന്നീട് ബണ്ടിയുടെ ജീവചരിത്രങ്ങളിലൊന്നായ ദി സ്ട്രേഞ്ചർ ബിസൈഡ് മീ എന്ന പുസ്തകം എഴുതിയത്. 1973 ബണ്ടി യൂണിവേഴ്സിറ്റി ഓഫ് പുഗറ്റ് സൗണ്ട് ലോ സ്കൂളിൽ ചേർന്നു. പക്ഷെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അയാൾ കോളേജിൽ വരാതെയായി. തുടർന്ന് 1974 ജനുവരിയിലാണ് ലോകം ഞെട്ടിയ തിരോധാനങ്ങൾ ആരംഭിച്ചത്. വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയും ഡാൻസറുമായിരുന്ന 18 വയസ്സുള്ള കാരൻ സ്പാർക്സിനെതിരായ ആക്രമണമായിരുന്നു അതിന്റെ തുടക്കം. ബണ്ടി
അവളുടെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറി ഒരു ലോഹദണ്ഡ് ഉപയോഗിച്ച് അവളെ അബോധാവസ്ഥയിലാക്കി. തുടർന്ന് അതേ വസ്തു കൊണ്ട് ലൈംഗികമായി പീഡിപ്പിച്ചു. അയാളുടെ ആക്രമണം അവളെ 10 ദിവസത്തെ കോമയിലും സ്ഥിരമായ വൈകല്യത്തിലേക്കുമാണ് നയിച്ചത്. ടെഡ് ബണ്ടിയുടെ അടുത്ത ഇരയും അയാളുടെ ആദ്യത്തെ സ്ഥിരീകരിച്ച കൊലപാതകവും മറ്റൊരു വിദ്യാർത്ഥിനിയായ ലിൻഡ ആൻഡ് ഹീലിൻ്റെതായിരുന്നു. കാരൻ സ്പാർക്സിനെതിരായ ആക്രമണം നടന്നതിന് കൃത്യം 1 മാസത്തിന് ശേഷമായിരുന്നു ഇത് സംഭവിച്ചത്. ബണ്ടി അതിരാവിലെ ഹീലിയുടെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറി അവളെ ബോധരഹിതയാക്കി. തുടർന്ന് അവളെ തൻ്റെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ഒരിക്കലും ആരും കണ്ടില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ബണ്ടി തൻ്റെ മൃതദേഹങ്ങൾ തള്ളിയ സ്ഥലങ്ങളിൽ ഒന്നിൽ നിന്ന് അവളുടെ തലയോട്ടിയുടെ ഒരു ഭാഗം കണ്ടെത്തുകയുണ്ടായി. ബണ്ടി ആ പ്രദേശത്തെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വയ്ക്കുന്നത് തുടർന്നു. അതിനയാൾ തൻ്റെതായ ഒരു രീതിയും കണ്ടെത്തി. ചിലപ്പോൾ അയാൾ കൈ ഒടിഞ്ഞവർക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാസ്റ്റർ കയ്യിൽ ധരിച്ചിരുന്നു. മറ്റു ചിലപ്പോൾ വികലാംഗനായി അഭിനയിച്ചു. അങ്ങനെ സഹായം ചോദിച്ച് മറ്റുള്ളവരെ തൻ്റെ ഫോക്സ് വാഗൺ വീട്ടിലിനടുത്തേക്ക് എന്തെങ്കിലും വിൽക്കുവാനായി കൂട്ടിക്കൊണ്ടുപോകുവാൻ അയാൾക്ക് കഴിഞ്ഞു. കാൽ കയറ്റിയ സ്ത്രീകളെ അബോധാവസ്ഥയിലാക്കി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം ഏതെങ്കിലും മലഞ്ചെരുവുകളിൽ ഉപേക്ഷിക്കുകയായിരുന്നു അയാളുടെ രീതി. എന്നാൽ അതിനേക്കാൾ എല്ലാം അപ്പുറത്ത് രാത്രിയുടെ യാമങ്ങളിൽ ആ മലഞ്ചെരുവുകളിൽ അയാൾ വീണ്ടും എത്തുകയും ഈ ശവശരീരങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചിലപ്പോഴെല്ലാം ഇരകളുടെ തലയിറത്ത് താൻ ഉറങ്ങാറുള്ള തലയണയുടെ അടുത്ത് വെക്കുന്നതും പതിവായിരുന്നു. ഇതെല്ലാം ബണ്ടിയിലെ പിശാച് എത്രത്തോളം ഭീകരനായിരുന്നു എന്ന് വെളിവാക്കുന്നുണ്ട്. അടുത്ത 5 മാസത്തിനുള്ളിൽ പസഫിക് വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ 5 കോളേജ് വിദ്യാർത്ഥിനികൾ കൂടി ബണ്ടി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. ഡോണ ഗീൽ, സൂസൻ എലൈൻ, റോബർട്ട കാത്തലിൻ, ബ്രെൻഡ കാരൽ, ജോഗൻ ഹോക്കിൻസ് എന്നിവരായിരുന്നു ബണ്ടിയുടെ ആ അടുത്ത ഇരകൾ. ഈ തിരോധാനങ്ങളിൽ പോലീസ് ഒരു വലിയ അന്വേഷണം ആവശ്യപ്പെടുകയും കാണാതായ പെൺകുട്ടികളെ അന്വേഷിക്കുവാൻ സഹായിക്കുന്നതിന് നിരവധി സർക്കാർ ഏജൻസികളെ നിയമിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് വാഷിംഗ്ടൺ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി സർവീസിൽ ജോലി ചെയ്തിരുന്ന 2 കുട്ടികളുടെ അമ്മയായ കാരൽ ആൻ ബൂണിനെ ബണ്ടി കണ്ടുമുട്ടിയത്. ആ ബന്ധത്തിൽ റോസ് എന്നൊരു മകളും ബണ്ടിക്ക് ജനിച്ചു. അവളുടെ ജനനസമയത്ത് അയാൾ ജയിലിലായിരുന്നു. തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളെ അന്വേഷിക്കുന്നതിനിടയിൽ കൂടുതൽ സാക്ഷികൾ നൽകിയ വിവരങ്ങൾ ടെഡ് ബണ്ടിയിലേക്കും അയാളുടെ ഫോക്സ് വാഗൺ കാറിലേക്കും വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥരെ നയിച്ചു. പിന്നീട് ബണ്ടി യൂട്ടായിലേക്ക് താമസം മാറ്റി. അവിടെ താമസിക്കുമ്പോൾ അയാൾ 5 യുവതികളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ബണ്ടി ഈ പ്രദേശത്ത് താമസം മാറിയെന്ന് ക്ലോഫറിന് അറിയാമായിരുന്നു. കൂടാതെ യൂട്ട കൊലപാതകങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോൾ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ബണ്ടിയാണെന്ന സംശയം വീണ്ടും അവളിൽ ഉടലെടുത്തു. ഇതാണ് തൻ്റെ സംശയങ്ങൾ പോലീസിനെ അറിയിക്കുവാൻ അവളെ പ്രേരിപ്പിച്ചത്. പോലീസിന്റെ സംശയമുന തന്നിലേക്ക് നീങ്ങുന്നത് അറിയാതെ ബണ്ടി കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. യൂട്ടായിലെ തൻ്റെ വീട്ടിൽ നിന്ന് കൊളറാഡോയിലേക്ക് യാത്ര ചെയ്ത് അവിടെ കൂടുതൽ യുവതികളെ അയാൾ കൊലപ്പെടുത്തി. ഒടുവിൽ 1975 ഓഗസ്റ്റിൽ സാൾട്ട് ലേക്ക് സിറ്റിയുടെ ഒരു പ്രാന്തപ്രദേശത്തൂടെ വാഹനം ഓടിക്കുന്നതിനിടെ ബണ്ടിയെ പോലീസ് പിടികൂടി. അയാളുടെ കാറിൽ മുഖംമൂടികൾ, കൈവിലങ്ങുകൾ, മൂർച്ചയുള്ള വസ്തുക്കൾ എന്നിവ പോലീസ് കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് ഉദ്യോഗസ്ഥർ ബണ്ടിയുടെ ഫോക്സ് വാഗൺ ബീറ്റിൽ കാർ കണ്ടെത്തി. അതിൽ നിന്ന് ഇരകളുമായി മാച്ച് ചെയ്യുന്ന മുടിയിഴകൾ കണ്ടെത്തി. ഈ തെളിവുകളെല്ലാം ഉപയോഗിച്ച് അവർ നടത്തിയ ഒരു തിരിച്ചറിയൽ പരേഡിൽ ബണ്ടി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സ്ത്രീകളിൽ ഒരാൾ അയാളെ തിരിച്ചറിയുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോകൽ, ആക്രമണം എന്നീ കുറ്റകൃത്യങ്ങൾക്ക് ബണ്ടിയെ ജയിലിലടച്ചു. ബണ്ടിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തുവാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെയാണ് ബണ്ടിയെ ജയിലിലേക്ക് മാറ്റിയത്. പക്ഷേ 1975 ആ അറസ്റ്റ് ടെഡ് ബണ്ടിയുടെ ക്രൂരതയ്ക്ക് തടയിടാൻ കഴിഞ്ഞില്ല. 2 തവണയാണ് ബണ്ടി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. 6 ദിവസത്തെ ഒളിച്ചോട്ടത്തിന് ശേഷം പോലീസ് അയാളെ വീണ്ടും പിടികൂടി. പക്ഷെ 6 മാസത്തിന് ശേഷം ബണ്ടി വീണ്ടും ജയിൽ ചാടി. 1978 ജനുവരി 15 രക്ഷപ്പെട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ബണ്ടി ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഒരു ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി. 21 വയസ്സുള്ള മാർഗരറ്റ് ബോമാന്റെ മുറിയിൽ ബണ്ടി ആദ്യം കയറി. അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വിറക് കഷ്ണം കൊണ്ട് അവളെ മർദ്ദിക്കുകയും പിന്നീട് ഒരു നൈലോൺ സ്റ്റോക്കിംഗ് ഉപയോഗിച്ച് കഴുത്ത് ഞെരിക്കുകയും ചെയ്തു. തുടർന്ന് അയാൾ 20 വയസ്സുള്ള ലിസ ലെവി എന്ന യുവതിയുടെ മുറിയിലെത്തി. അവളെയും ബോധരഹിതയാക്കി. കഴുത്ത് ഞെരിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു. ലെവിക്ക് കടിയേറ്റ പാടുകൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പരിക്കുകളുണ്ടായിരുന്നു. ഈ വിശദാംശങ്ങൾ ബണ്ടിയുടെ വിചാരണയിൽ അയാളെ കുടുക്കിയ തെളിവുകളായിരുന്നു. 21 വയസ്സുള്ള കാത്തി ക്ലീനറെയും കാരൻ ചാൻഡലെയും അതിനുശേഷം അയാൾ ആക്രമിച്ചു. ഇരുവർക്കും ഗുരുതരമായ പരിക്കുകൾ വരുത്തി. തുടർന്ന് ബണ്ടി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആക്രമണം മുഴുവൻ 15 മിനിറ്റിൽ താഴെ നീണ്ടു നിന്നുള്ളൂ. ഫെബ്രുവരി 8 ഒളിവിൽ കഴിയായിരുന്ന ടെഡ് ബണ്ടി 12 വയസ്സുള്ള കിംബർലി ഡയാൻ ലീച്ചിനെ അവരുടെ സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. മൃതദേഹം ഒരു പന്നി ഫാമിൽ അയാൾ ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് ഒരിക്കൽ കള്ള നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചതിനും അശ്രദ്ധമായ ഡ്രൈവിങ്ങിനും ബണ്ടിയെ ഒരു പെട്രോളിങ്ങിനിടയിൽ പോലീസ് വീണ്ടും അവിചാരിതമായി പിടികൂടുന്നു. ഒടുവിൽ ബണ്ടി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഫ്ലോറിഡയിലെ റൈഫോർഡ് ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു.
1924 ടെഡ് ബണ്ടിയെ വൈദ്യുത കസേരയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. പക്ഷേ അയാളുടെ അവസാന വിചാരണയിലും ഒരിക്കലും തെളിയിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ചില കൊലപാതകങ്ങളുടെ സൂചന കൂടി അയാൾ കോടതിക്ക് നൽകി. ഇതിനാലാണ് ബണ്ടിയുടെ ഇരകളുടെ കൃത്യമായ കണക്ക് നീതിന്യായ പീഠത്തിന് മുന്നിൽ ഇന്നും ഒരു രഹസ്യമായി അവശേഷിക്കുന്നത്. 30 മുതൽ 40 വരെ കൊലപാതകങ്ങൾ ബണ്ടി ചെയ്തു കൂട്ടിയെന്ന് വേണം കരുതാൻ. ടെഡ് ബണ്ടിയുടെ ജീവിതം സൈക്കോപതി പോലെയുള്ള മനോരോഗങ്ങളുടെ ഒരു കേസ് ഡയറി തന്നെയാണ്. കുട്ടിക്കാലത്തെ ട്രോമാറ്റിക് അനുഭവങ്ങളും തീവ്രമായ നാർസിസിസവും അമിതമായ ലൈംഗിക വാസനകളും എല്ലാം ടെഡ് ബണ്ടിയിലെ മനുഷ്യന് ഒരു ചെകുത്താന്റെ കുപ്പായം നൽകി. ഇത് വർഷങ്ങളോളം പോലീസിന്റെ സംശയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അയാളെ സഹായിച്ചു. ഒരു ജാരസന്തതിയായി പിറന്നത് ജനറ്റിക്കലായും സാമൂഹ്യമായും ബണ്ടിയെ സ്വാധീനിച്ചെന്നുള്ളത് തീർച്ചയാണ്. കൃത്യമായ ഒരു പാരന്റിങ്ങിന്റെ അഭാവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 1967 ടെഡ് ബണ്ടിക്കുണ്ടായ ആദ്യത്തെ പ്രണയനഷ്ടം അയാളെ ഏൽപ്പിച്ച ആഘാതം വലുതായിരുന്നു. താൻ അങ്ങനെയെല്ലാം തെളിയിക്കുവാനുള്ള അടങ്ങാത്ത ആവേശം അയാളിലുണ്ടായിരുന്നു. ഇതൊന്നും അവൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്ക് ന്യായീകരണങ്ങളല്ലെങ്കിലും അതിന്റെ എല്ലാം റൂട്ട് കോസ് ആരംഭിക്കുന്നത് അവിടെ തന്നെയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ബണ്ടിമാർ ജനിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ചിലർ കുറ്റകൃത്യങ്ങൾ നടത്തി ഒരിക്കലും പിടിക്കപ്പെടാതെ മറഞ്ഞിരിക്കുന്നുമുണ്ട്. മാന്യമായ രൂപവും മുഖംമൂടികളും അണിഞ്ഞ് അവർ ഇരകളെ തേടി അലയുന്നുണ്ട്. വീടിനുള്ളിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളും പെൺകുട്ടികളും സുരക്ഷിതരല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കെട്ടകാലത്ത് ബണ്ടിയുടെ ജീവിതം ഒരു ഓർമ്മപ്പെടുത്തലാണ്. 2022 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 172 പെൺകുട്ടികളാണ് ആ ഒരൊറ്റ വർഷം കിഡ്നാപ്ഡായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏകദേശം 3ഓളം കുട്ടികൾ ഓരോ ദിവസവും മിസ്സിംഗ് ആകുന്നുണ്ട്. കേരളത്തിൽ മാത്രം 1337 കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കേരള ശിശുക്ഷേമ സമിതിയുടെ 2023 കണക്കുകൾ പ്രകാരം ഏകദേശം 1000ഓളം കുട്ടികളാണ് സ്വന്തം വീട്ടിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. 2025 മാത്രം കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 74 കിഡ്നാപ്പിംഗ് കേസുകളും 2014 റേപ്പ് കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2025 മാത്രം 85 കുട്ടികളാണ് കേരളത്തിൽ മാത്രം കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്. 15 കുട്ടികളാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. 1363 പോക്സോ കേസുകളാണ് ഈ വർഷം ഓഗസ്റ്റ് 25 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകൾ മാത്രമാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ കണക്കുകൾ ഭയപ്പെടുത്താനല്ല, കൂടുതൽ പഠനങ്ങളിലേക്കും സർക്കാരിനെയും സംവിധാനങ്ങളെയും ഇത് നയിക്കണം. അതിന്റെ പേരിൽ കോടികൾ അഴിമതി നടത്താനല്ല, നമുക്ക് എല്ലാവർക്കും കൂടുതൽ ജാഗ്രത വേണം. നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ട് ഒരു ജീവൻ പോലും നമ്മുടെ വീടുകളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ. ആട്ടിൻ തോലിട്ട ചെന്നായ് എന്ന പ്രയോഗത്തിന് ബണ്ടിയേക്കാൾ വലിയൊരു ഉദാഹരണം ഉണ്ടാകുമോ എന്ന് ഇനി സംശയമാണ്. ചിത്രങ്ങളിൽ അയാളെ കണ്ടാൽ നമ്മുടെ നാട്ടിലെ നല്ലവനായ ഉണ്ണി പരിവേഷമാണ് അയാൾക്ക്. ഇക്കഴിഞ്ഞ 2022 ജൂലൈയിൽ പ്രസിദ്ധ അമേരിക്കൻ യൂട്യൂബർ കരിം ജോവിയൻ ഒരു സർവേ നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പ്രസിദ്ധ ഇൻഡോ അമേരിക്കൻ മോഡലും ഡിസൈനറുമായ സിഖ് വംശജൻ വാരിസ് അൽവാലിയുടെ ചിത്രവും ക്ലീൻ ഷേവ് ആയിട്ടുള്ള ടെഡ് ബണ്ടിയുടെ ചിത്രവും കാണിച്ച് കാൽനട യാത്രക്കാരോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട്, ഇവരിൽ ആരുടെ കൂടെയാണ് നിങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ പേരും ചൂണ്ടിക്കാണിച്ചത് ടെഡ് ബണ്ടിയുടെ ചിത്രമായിരുന്നു. കൂടുതൽ പേരും വാരിസിനെ അപകടകാരിയായ ഒരു തീവ്രവാദിയായിട്ടാണ് വിലയിരുത്തിയത്. നിഷ്കളങ്ക രൂപം ഉപയോഗിച്ച് ബണ്ടി നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ വലിയ പാഠങ്ങളാണ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് ബണ്ടിയുടെ ജീവചരിത്രം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.